ചരിത്രത്തിലെ വളരെ ഭാഗ്യവതിയായ ഒരു സ്ത്രീയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. 3 വമ്പൻ കപ്പൽ യാത്രകളിൽ മരണത്തെ മുഖാമുഖം കാണുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത അവളെ ലോകം അൺസിങ്കബിൾ വുമൺ എന്ന് വിളിച്ചു. അവളുടെ പേരാണ് വയലറ്റ് ജെസോപ്പ്. 1887 അർജന്റീനയിലെ ഒരു ഐറിഷ് കുടുംബത്തിൽ ജനിച്ച വയലറ്റ് അവളുടെ 20-ാം വയസ്സിൽ വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന പ്രശസ്തമായ കപ്പൽ കമ്പനിയിൽ സ്റ്റുവാർഡസായി ജോലിയിൽ പ്രവേശിച്ചു. അവളുടെ ആദ്യ യാത്ര RMS ഒളിമ്പിക് എന്ന ഭീമൻ കപ്പലിലായിരുന്നു. 1911 RMS ഒളിമ്പിക് HMS ഹോക്ക് എന്ന ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുമായി കൂട്ടിയിടിച്ചെങ്കിലും കപ്പലിൻ്റെ വലിപ്പം കാരണം ആ വലിയ അപകടത്തിൽ നിന്നും വയലറ്റും കൂടെയുള്ളവരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഈ ഒരു അപകടം കൊണ്ടൊന്നും അവൾ തളർന്നില്ല. അടുത്ത വർഷം 1912 വയലറ്റ് RMS ടൈറ്റാനിക്കിൽ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ യാത്രയിൽ ടൈറ്റാനിക് ഒരു മഞ്ഞുമലയിലിടിച്ച് കടലാഴങ്ങളിലേക്ക് മറിഞ്ഞു. 1500-ലധികം പേരുടെ ജീവൻ ആ അപകടത്തിലൂടെ നഷ്ടമായി. എന്നാൽ വയലറ്റ് ഒരു ലൈഫ് ബോട്ടിൽ കയറി ആ തണുത്ത സമുദ്രത്തെ അതിജീവിച്ചു. അതിനുശേഷം 1-ാം ലോക മഹായുദ്ധകാലത്ത് വയലറ്റ് HMHS ബ്രിട്ടാനിക് എന്ന കപ്പലിൽ ജോലിയിൽ പ്രവേശിച്ചു. 1916 ഗ്രീക്ക് തീരത്തിന് സമീപം ഒരു മൈനിൽ തട്ടിയുണ്ടായ അപകടത്തിൽ ആ കപ്പൽ മുങ്ങിത്തുടങ്ങി. മുങ്ങിക്കൊണ്ടിരുന്ന ആ കപ്പലിൽ നിന്നും വയലറ്റിന് കടലിലേക്ക് ചാടേണ്ടി വന്നെങ്കിലും തലയിൽ ചെറിയ പരിക്കുകളോടെ ആ അപകടത്തിനെയും അവൾ അതിജീവിച്ചു.